നമുക്കടുത്ത് പരിചയമുള്ള മഹാനായ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദിനെ നമ്മളൊക്കെ സ്നേഹിക്കുന്നത്. വലാ നുസക്കി അലല്ലാഹി അഹദ, ജീവിത വിശുദ്ധി കൊണ്ട് നേർവഴി കാണിച്ച ഒരു മഹാൻ, അള്ളാഹുവിന്റെ സ്വർഗമർഹിക്കുന്നവർ തന്നെയാണ്. അള്ളാഹു അവരെയും നമ്മയും സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ എന്ന് നമ്മൾ ദുആയിരക്കുകയാണ്. വഇദാ അബ്ഗള ഫുലാനൻ, അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെടാതിരുന്നാൽ, അള്ളാഹുവിന് ഒരാളോട് വെറുപ്പുണ്ടെങ്കിൽ ഇതുപോലെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിക്കുകയും, ജിബ്രീലെ എനിക്ക് ഒരാളെ ഇഷ്ടമല്ല കേട്ടോ, നിങ്ങളും അയാളെ ഇഷ്ടപ്പെടരുത്. ആകാശലോകങ്ങളിലുള്ളവരോടും അതുതന്നെ പറയും. അങ്ങനെ ഭൂമിയിൽ ഭൂമിയിൽ അവർക്ക് ജനങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ അവരോടൊരു വെറുപ്പ് അള്ളാഹു തോന്നിപ്പിക്കുന്നത് ആകാശലോകങ്ങളിൽ വെറുക്കപ്പെട്ടതിന്റെ അടയാളമെന്നും പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർള് ثم يعرج ഇലൈഹി, കാര്യങ്ങളുടെ നിയന്ത്രണം നടക്കുന്നത് ആകാശലോകത്താണ്. ഭൂമിയിലുള്ള മനുഷ്യരെ തൃപ്തിപ്പെടുത്തലല്ല നമ്മുടെ ലക്ഷ്യം. ജനങ്ങളെ മുഴുവൻ തൃപ്തിപ്പെടുത്തുന്നതിന് പകരം ആദ്യമായി ഉടമസ്ഥനായ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിയാൽ ജനങ്ങളുടെ ഖൽബ് അള്ളാഹു സ്നേഹം കൊണ്ട് നിറക്കും. പക്ഷേ അള്ളാഹുവിനെ വെറുപ്പിച്ചുകൊണ്ട് മനുഷ്യരെ ഇഷ്ടപ്പെടുത്തിയാൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന പോലെ ഭാവിച്ചേക്കും. പക്ഷേ അവരുടെ ഹൃദയത്തിൽ പോലും അവരോട് ഇഷ്ടക്കുറവാണ് ഉണ്ടാവുകയെന്നും പരിശുദ്ധ ഹബീബിന്റെ ഹദീസിലുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിന്റെ പാരമ്പര്യം കഴിഞ്ഞു പോകുന്നത്, ഇസ്ലാമിനെ അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നത് പരിശുദ്ധരായ ഇതുപോലെയുള്ള മഹാത്മാക്കളിലൂടെയാണ്. 21-ാം നൂറ്റാണ്ടുകാർക്ക് ഒരുപക്ഷെ നമ്മുടെ പരിസരങ്ങളിൽ ദീനിന്റെ ഒരു തജ്ദീദ് നടത്തിയ ഒരു മുജദ്ദിദിന്റെ, ഒരു പരിഷ്കർത്താവിന്റെ, ഒരു ആത്മീയ ഗുരുവിന്റെ സാന്നിധ്യമാണ് മഹാനായ അത്തിപ്പറ്റ ഉസ്താദിലൂടെ നമ്മളൊക്കെ അനുഭവിച്ചത്. ഉസ്താദ് ഒന്നും നമ്മിൽ നിന്ന് നേടിയിട്ടില്ല, നമ്മൾ ഉസ്താദിൽ നിന്ന് ഇങ്ങോട്ട് നേടുകയാണ് ഉണ്ടായത്. നമ്മിൽ നിന്ന് ഒന്നും ഉസ്താദ് സമ്പാദിച്ചില്ല, സമ്പാദിച്ചത് നമ്മളാണ്. ആ മഹാന്റെ തിരുമുഖം ഒരു നേരം കാണാൻ ഭാഗ്യമുള്ളവർക്കറിയാം അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു പണ്ഡിതന്റെ മുഖശ്രീ എന്തായിരിക്കുമെന്ന്. ആലിമീങ്ങളാണ് ഏറ്റവും കൂടുതൽ അത്തിപ്പറ്റ ഉസ്താദിനെ മനസ്സിലാക്കേണ്ടത്. ആലിമീങ്ങളാണ്, സാധാരണക്കാരിലേറെ പണ്ഡിതന്മാരാണ് ഉസ്താദിനെ മനസ്സിലാക്കേണ്ടത്. പണ്ഡിതന്മാർക്കാണ് ഒരുപാട് പഠിക്കാൻ ആ മഹാന്റെ ജീവിതത്തിൽ ഒരുപാടുണ്ട്. ഒരുപാട് ഗ്രന്ഥരചന നടത്തിയ ആളുകൾ കഴിഞ്ഞു പോയിരിക്കാം ചരിത്രത്തിൽ. വലിയ വലിയ ആലിമീങ്ങൾ, നൂറുകണക്കിന് മുതഅല്ലിമീങ്ങൾക്ക് കിതാബ് ഓതി കൊടുക്കുന്ന പണ്ഡിതന്മാർ, മുദർരിസുമാരുണ്ടായിരിക്കാം. ഉസ്താദ് അങ്ങനെ വലിയൊരു മുദർരിസായിട്ടല്ല നമ്മുടെ ഇടയിൽ ജീവിച്ചത്. പക്ഷേ ആയിരക്കണക്കിന് ആളുകൾക്ക് തഖ്വയുടെ പാഠം പഠിപ്പിച്ച ഒരു മുദർരിസാണ്. കിതാബിന്റെ വരികൾ ഓതിക്കൊടുത്തിട്ടുണ്ട്. പക്ഷേ എണ്ണത്തിലും വണ്ണത്തിലും അതിലേറെയുള്ള എത്രയോ ആളുകൾ ഈ രാജ്യത്തുണ്ട്. പക്ഷേ വിഷയം കിടക്കുന്നത് അതിലല്ലല്ലോ. ആനായ ഉസ്താദിന്റെ നിഴലായി ജീവിക്കാൻ കഴിഞ്ഞ സൗഭാഗ്യം എത്ര വലിയ സൗഭാഗ്യമാണ്. അവർ ഉസ്താദിനെ കുറിച്ചൊരു പുസ്തകം എഴുതി. അത് റീഡിംഗ്, നമ്മളൊന്ന് മനസ്സിരുത്തി വായിച്ചാൽ അകക്കണ്ണുകളുടെ ആഴങ്ങൾ നമുക്കതിൽ കാണാൻ കഴിയും. നമ്മുടെ മുതഅല്ലിമീങ്ങൾ ഇവിടെ വാഫിക്ക് പഠിക്കുന്ന നമ്മുടെ മക്കൾ ഉസ്താദിനെ കുറിച്ചൊരു സ്മരണിക, വളരെ ബൃഹത്തായ ഒരു സ്മരണിക ഇവിടെ വിൽക്കുന്നുണ്ട്. 500 രൂപയോളം വിലയുണ്ട്. പക്ഷെ ഇന്നത് 300 രൂപ കൊടുക്കുന്നുണ്ട്. പക്ഷേ അനുഭവങ്ങൾ മാത്രമാണ്. ആരായിരുന്നു ഉസ്താദ്? ഇവിടെ മൊയ്തീൻ ഹാജി അവറുകൾ ഇവിടെ സൂചിപ്പിച്ച ഡ്രീംസ് ആൻഡ് സ്ട്രീംസ്, ഒരു കുട്ടി എഴുതിയ, ഒരു വിദ്യാർത്ഥിനി എഴുതിയ ഒരു മനോഹരമായ ഇംഗ്ലീഷ് കാവ്യം മഹാനായ ഉസ്താദിനെ സംബന്ധിച്ച് ആളുകൾക്ക് പറയാൻ 100 നാവാണ്. ഡ്രീംസ് ആൻഡ് സ്ട്രീംസ്, മുബീന ഹുസൈൻ. യാ അല്ലാഹ്, between two horizons second ran in horse ride, changes took roots all over, but to be a candle for
other black days is most special. മഹാനായ ഉസ്താദിന്റെ ജീവിതം മറ്റുള്ളവർക്ക് സമർപ്പിച്ചതിന്റെ നേർപകർപ്പുകളാണ് ഈ വരികൾ. ആരാണ് മഹാനവറുകൾ? അല്ലാഹു ആളുകളെ, മഹാനവറുകളെ ആരായിരുന്നുവെന്ന് ഉൾക്കൊള്ളാൻ ദൂരങ്ങളിലുള്ള ആളുകൾ ഉസ്താദിനെ ഒന്ന് കണ്ടെങ്കിലൊന്ന് കൊതിക്കുകയായിരുന്നു, ആ മഹാനെ ഒന്ന് കാണാൻ സാധിച്ചിരുന്നെങ്കിലെന്ന്. എനിക്കൊരു സുഹൃത്ത് ഇന്നിപ്പോ ഈ പരിപാടിക്ക് വരുന്ന സമയത്ത് ഫോൺ ചെയ്ത് സംസാരിച്ചപ്പോ പറഞ്ഞു, അവരുടെ കൂട്ടുകാരൻ ഒരു സ്വപ്നം കണ്ടു. അവര് ഈരാറ്റുപേട്ടക്കാരനാണ്. അപ്പോ മഹാനായ മടവൂർ CM വലിയുല്ലാഹി തങ്ങളെ അവരുടെ സദസ്സിലിരിക്കുന്നത് കണ്ടു. അത് കഴിഞ്ഞ് ഇത് അത്തിപ്പറ്റ ഉസ്താദാണെന്നും പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ രണ്ട് മഹത്തുക്കളെ സ്വപ്നം കണ്ടു. പക്ഷെ അത്തിപ്പറ്റ ഉസ്താദ് ആരാണെന്ന് എനിക്കറിയില്ല എന്ന് എന്റെ ഒരു കൂട്ടുകാരനോട് പറഞ്ഞു. അദ്ദേഹം ആ നാട്ടുകാരനാണ്. അപ്പൊ അങ്ങനെ ഒരു ആളുണ്ടായിരുന്നോ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. നോക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആരായിരുന്നു മഹാനവറുകളെന്ന് ചില ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. ഒന്ന് ചെല്ല്, അവരുടെ മഖാമിൽ ഒന്ന് എത്തിപ്പെട്. അവിടുന്ന് വെളിച്ചം വിതറിയ ആ കാൻഡിൽ, ആ ഒരു തിരിനാളത്തിന്റെ വെളിച്ചത്തിന്റെ ചുറ്റുമിരുന്ന് ആധ്യാത്മികമായ തർബിയത്ത് സിദ്ധിക്ക് എന്നല്ലാഹു വിളിച്ചു പറയുന്ന പോലെ മഹാന്മാർ ഹിർസുൻ ലിൽ ഖറിയ, ചില നാടുകൾക്ക്, ചില പ്രദേശങ്ങൾക്ക് ഹിർസാൻ, കാവലാണ് അലൈഹി വസല്ലം. അതുകൊണ്ട് മഹാനായ ഉസ്താദിന്റെ ആ ഉസ്താദ് നമ്മുടെ മുമ്പിൽ ഇട്ടേച്ചു പോയ, മഹാനവറുകൾ ഇട്ടേച്ചു പോയത് സുന്നത്തു റസൂലില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ്. ഭക്ഷണം കഴിക്കുന്ന അദബ് മുതൽ ഒരു കൊച്ചു കുട്ടിയുടെ ജീവിതത്തിലേക്ക് ഒരു പിതാവ് പറഞ്ഞു കൊടുക്കുന്ന പോലെ നമ്മൾ ഓരോരുത്തരെ കൊണ്ടും ഹദീസുകളും സുന്നത്തും മനസ്സിലാക്കി തന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലാഹുവിന്റെ ഹബീബിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച, അള്ളാഹുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച മഹാത്മാവ്. ഒരു സയ്യിദ് ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടിയായ സയ്യിദിന്റെ കൈപിടിച്ച് മുത്തുകയും ദുആയിരക്കാൻ വേറെ ആരുമില്ല. മഹാന്മാരായ വലിയ വലിയ ഉസ്താദുമാരിയ്ക്കുന്നുണ്ട്. പക്ഷേ ഒരു മുതഅല്ലിമായ സയ്യിദായ ഒരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിയെ കൊണ്ട് ദുആയിരപ്പിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന മഹാനവറുകൾ. ഒരു സയ്യിദ് ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ എന്ത് ക്ഷീണമുണ്ടെങ്കിലും ആ വിഷയത്തിൽ ഇടപെടുകയോ യാത്ര ചെയ്യുകയോ ചെയ്യുമായിരുന്ന മഹാനവറുകൾ. സയ്യിദന്മാർ എന്ന് പറയുമ്പോഴേക്കും എന്തെന്നില്ലാത്ത രോമാഞ്ചം ഉണ്ടായിരുന്ന മഹാനവറുകൾ അഹ്ലുബൈത്തിനെ സ്നേഹിക്കാനാണ് പഠിപ്പിച്ചത്. നിങ്ങളിലേക്ക് ഞാൻ ഇട്ടുപോകുന്നു, തറക്തു ഫീകും അംറൈൻ കിതാബല്ലാഹി വഇത്റതി, എന്റെ കുടുംബവും അല്ലാഹുവിന്റെ കിതാബും, എന്റെ കുടുംബവും അല്ലാഹുവിന്റെ കിതാബും. ചില റിവായത്തുകളിൽ കിതാബല്ലാഹി വസുന്നതി, അല്ലാഹുവിന്റെ കിതാബും എന്റെ സുന്നത്തും. പക്ഷേ ഗദീറു ഹമ്മിന്റെ റിവായത്തിൽ കാണാൻ കഴിയും കിതാബല്ലാഹി വഇത്റതി, എന്റെ കുടുംബവും അല്ലാഹുവിന്റെ കിതാബും. അത് പഠിപ്പിക്കുകയാണ് മഹാനവറുകൾ. സയ്യിദന്മാരോട്, അഹ്ലു ബൈത്തിനോട്, ആലിമീങ്ങളോട്, മുതഅല്ലിമീങ്ങളോട് ഇത്രമേൽ സ്നേഹമുണ്ടായിരുന്ന, ജീവിതത്തിൽ അതീവ ലാളിത്യം പുലർത്തി ജീവിച്ചിരുന്ന മഹാനവറുകൾ. അത് വിജ്ഞാന ഇൽമിന്റെ സാഹിദീങ്ങളുടെ, പരിത്യാഗികളായ ആളുകളുടെ ജീവിതവുമായി നമ്മൾ ഇവിടെ താരതമ്യം ചെയ്യുമ്പോൾ ഒരുപക്ഷെ തലമുറകൾക്കപ്പുറത്തേക്ക് നമുക്ക് സഞ്ചരിക്കേണ്ടി വരും ഉസ്താദിന്റെ സമാനതകൾ കാണാൻ. ഇവിടെ ഫൈസൽ വാഫി അവരുകൾ സൂചിപ്പിച്ച പോലെ തന്നെ സമാനതകൾ ഒരുപക്ഷെ നമുക്ക് പരിചയമുള്ളത് ഇല്ല എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ നമ്മുടെ പരിചയത്തിൽ നോക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് കിതാബുകളിൽ കണ്ടവരെയായിരിക്കാം ഓർമ്മ വരുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. ഉസ്താദ് ആളുകളോട് ചോദിച്ചിട്ടുണ്ട്, പൈസ വേണം ഗ്രേസ് വാലിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫത്ഹുൽ ഫത്താഹിന് വേണ്ടി, അല്ലെങ്കിൽ ഇന്നാലിന്ന പരിപാടികൾക്ക് വേണ്ടി നിങ്ങൾ സഹായിക്കണം. ഉസ്താദ് പറയുന്നത് എന്റെ ചെവിയിൽ ലൈനിൽ വെച്ച് കേട്ടത് എന്റെ ഓർമ്മയിലുണ്ട്. ഏതെങ്കിലും ഉസ്താദുമാർ അന്ന് വിസിറ്റിന് വരുമ്പോ, നാട്ടിൽ വീട് വെക്കാനോ പ്രയാസം കൊണ്ടോ രോഗം കൊണ്ടോ വഴിമുട്ടുമ്പോ ഉസ്താദിന്റെ പള്ളിയിലേക്ക്, ബസ് സ്റ്റാൻഡ് പള്ളിയിലേക്ക്, മാർക്കറ്റ് പള്ളിയിലേക്ക് വന്നാൽ മഹാനവറുകൾ ആ ദുആഇന്റെ സദസ്സിൽ വെച്ച് പറഞ്ഞത് ഒന്നിലേറെ തവണ ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന് നമുക്ക് അതിഥികളുണ്ട്, ഇന്ന് നമുക്ക് അതിഥികളുണ്ട്, ആ അതിഥികളെ നമുക്ക് സഹായിക്കണം, അതുകൊണ്ട് പൈസ വേണം, പൈസ വേണം. ഉസ്താദ് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ആരെ പറ്റിയായി പറയുന്നത്? അതിഥികളുണ്ട് എന്ന് പറഞ്ഞത് മഹാന്മാരായ ഉസ്താദുമാർ, നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന മുഅല്ലിമീങ്ങൾ, നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന മുഅദ്ദിനുമാർ, നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഇമാമുമാർ. അവരെ സംബന്ധിച്ചിടത്തോളം ഗൾഫിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ കൂടുള്ള നാട്ടുകാർ പോലും ഫോൺ ഓഫാക്കി വെച്ച് തടിതപ്പുന്ന നേരത്ത് എന്റെ അതിഥികൾ എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്ന വിശാല മനസ്കതയുള്ള മഹാനവറുകൾ. സ്വന്തം ശമ്പളത്തിൽ നിന്ന് വീടിന് പോലും കൊടുക്കാനുള്ളത് മാറ്റിവെക്കാതെ കിട്ടിയത് അങ്ങനെ
ഒരു കൈ കൊടുക്കുന്നത് മറ്റൊരു കൈ അറിയാതെ നൽകിയിരുന്ന മഹാനായ ശൈഖുനൽ മർഹൂം. ഇത് ഒരു സാഹിദിന്റെ ജീവിതമാണ്. ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷെ ജീവിതത്തിലേക്ക് പകർത്താൻ പ്രയാസമാണ്. അത് ജീവിതത്തിലൂടെ ചെയ്തു കാണിച്ച മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് അവറുകൾ. യാ അല്ലാഹ്, എത്ര വലിയ മഹത്വമാണിത്. അള്ളാഹുവിന്റെ സുഹാബിമാരിൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ സുഹാബികളിൽ, താബിഉകളിൽ സ്വർണത്തിന്റെ കട്ടകൾ കിട്ടിയാൽ മണ്ണുപോലെ അതിനൊരു കാര്യമായ വില കൊടുക്കാതെ അള്ളാഹുവിന് വേണ്ടി എല്ലാം സമർപ്പിച്ച മഹത്തുക്കളുണ്ടേ എന്ന് ഖുതൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് മഹാനായ മുഹമ്മദ് ഇബ്നു വാസി എന്നവരിൽ സാധ്യമായതിന് സമാനമായ അനുഭവങ്ങൾ മഹാനായ ശൈഖുനയിൽ നമ്മൾ കാണുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതുകൊണ്ട് തന്നെയാണ് മഹാനവർക്ക് ഇസ്സത്ത് കൊടുത്തത്. ഷറഫുൽ മുഅ്മിൻ ഖിയാമുഹു ബില്ലൈൽ വഇസ്സുഹു ഇസ്തിഗ്നാഉഹു അനിന്നാസ്. അഭിമാനം വേണമെന്ന് ആഗ്രഹമുള്ളവർ ഈ ഹദീസ് ശരിക്ക് കേൾക്കണം. ഇസ്സത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവർ, നല്ല തലയെടുപ്പോടെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവർ, ഷറഫുൽ മുഅ്മിൻ ഖിയാമുഹു ബില്ലൈൽ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ വ്യക്തിത്വം അവൻ രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കലാണ്. തഹജ്ജുദ് നിസ്കരിക്കലാണ് ഒരു മുഅ്മിനായ മുസ്ലിമായ മനുഷ്യന്റെ വ്യക്തിത്വം. എന്നാൽ ഒരാളുടെ അഭിമാനം എന്ന് പറയുന്നത് വഇസ്സുഹു ഇസ്തിഗ്നാഉഹു അനിന്നാസ്. ആരുടെയും സഹായം എനിക്ക് വേണ്ട, ഞാൻ ആരുടെയും പോക്കറ്റിലേക്ക് നോക്കി ജീവിക്കുന്ന ആളല്ല. എന്റെ കാര്യം ഞാൻ അള്ളാഹുവിനോട് പറയും, അത് അള്ളാഹു ഏതെങ്കിലും വഴിയിൽ എനിക്ക് സാധിപ്പിച്ചു തരും എന്നല്ലാതെ ഏതെങ്കിലും ഒരു മുതലാളിയെ കാണുമ്പോ അവരുടെ കൂടെ നടന്ന് എന്തെങ്കിലും തന്നെങ്കിലോ എന്ന് വിചാരിച്ച് മനുഷ്യരുടെ ഓരം പറ്റി നടക്കുന്നവരല്ല. അത്തരക്കാർക്ക് ഇസ്സത്തില്ല. ഇസ്സെന്ന് പറയുന്നത്, അഭിമാനം എന്ന് പറയുന്നത് ആളുകളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ ജീവിക്കലാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ അറദ്ത അൻ യുഹിബ്ബകല്ലാഹ്, അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ, ജനങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ എന്തു ചെയ്യണം? മുത്തനബി തങ്ങൾ പറഞ്ഞു, ഇസ്ഹദ് ഫി ദുനിയ യുഹിബ്ബുകല്ലാഹ് വസ്ഹദ് ഫീമാ ഇൻദന്നാസ് യുഹിബ്ബുകന്നാസ്. മഹാനായ ഉസ്താദിനെ നമ്മൾ സ്നേഹിക്കാൻ കാരണം അതാണ്. ഇസ്ഹദ് ഫി ദുനിയ, ഈ ലോകത്തെ സമ്പാദ്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും അത് വേണ്ടെന്ന് വെക്കുകയും ചെയ്താൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. ഇസ്ഹദ് ഫീമാ ഇൻദന്നാസ് യുഹിബ്ബുകന്നാസ്. ജനങ്ങൾ എന്തെങ്കിലും ചെയ്യട്ടെ, അവരൊരു ഓഫർ തരട്ടെ, അവരെന്നെ സഹായിക്കട്ടെ, അവരെനിക്ക് വെറുതെ എന്തെങ്കിലും തരട്ടെ എന്ന് നീ ചിന്തിക്കല്ലേ. യുഹിബ്ബുകന്നാസ്, ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ജീവിതത്തിന്റെ വിശുദ്ധിയാണ് മഹാനവറുകളിലൂടെ നമ്മൾ കാണുന്നത്. അല്ലാഹു ജീവിതത്തിലേക്ക് നമുക്കും പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ വിജയം ആത്മീയതയിലൂന്നിയ വിജയമാണ്. അതുകൊണ്ടാണ് ബദറിൽ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധം നടക്കാൻ പോകുമ്പോൾ ഞാൻ വലിയൊരു വിജയം കണ്ടത്. അതുകൊണ്ട് മുഅ്മിനെ, നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ട്. അതിന്റെ പരിഹാരം അല്ലാഹുവിലേക്ക് മടങ്ങൽ തന്നെയാണ്. യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണമേ, പശ്ചാത്തപിക്കണമേ. നമ്മൾ നന്മ വർദ്ധിപ്പിക്കുകയും നമ്മൾ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്ത് ആത്മിക വിശുദ്ധി കൈവരികയാണെങ്കിൽ ഈ സമുദായത്തെ തൊടാൻ ആരെക്കൊണ്ടും കഴിയില്ല, ഒരു ശക്തിയെ കൊണ്ടും കഴിയില്ല. ഈ ഉമ്മത്തിന്റെ അഭിമാനം തന്നെ ഈ ഉമ്മത്തിന്റെ ഇബാദത്താണ്. ഷറഫുൽ മുഅ്മിനി ഖിയാമുഹു ബില്ലൈൽ വഇസ്സുഹു ഇസ്തിഗ്നാഉഹു അനിന്നാസ് എന്ന് മഹാനായ നബി തങ്ങൾ പറഞ്ഞ ആ ഒരു വാക്യം മഹാനായ ഉസ്താദിന്റെ ജീവിതത്തിലൂടെ നമ്മൾ കണ്ടു, അറിഞ്ഞു, മനസ്സിലാക്കി. വലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാ, എപ്പോഴും ദിക്ർ, എപ്പോഴും അൽഹംദുലില്ലാ, എപ്പോഴും അൽഹംദുലില്ലാ, എപ്പോഴും സുബ്ഹാനല്ലാഹ്, എപ്പോഴും സ്വലാത്ത്, എപ്പോഴും ദിക്ർ, സൽക്കർമ്മങ്ങൾ. ഇങ്ങനെയല്ലാതെ ഒരു വെറും വർത്തമാനം എന്തെങ്കിലും ഉസ്താദിൽ നിന്ന് കേട്ടത് നമുക്ക് ഓർമ്മയുണ്ടോ? മഹാനവറുകളുടെ ആ ഒരു ജീവിതം അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ മുമ്പിൽ വന്ന ഒരു സുഹാബിയുടെ ഒരു സംഭാഷണവുമായി ഞാൻ ബന്ധപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ പ്രായമേറിയ ഒരാൾ, ആ മനുഷ്യന്റെ കൺപോളകൾ പോലും കണ്ണിലേക്ക് അടഞ്ഞിരിക്കുന്നു. അവർ പറഞ്ഞു, നബിയേ ലഖദ് കസുറത് ശറാഇഉൽ ഇസ്ലാം, നബിയേ ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിൽ ചെയ്യാനുണ്ട്. ദുല്ലനി അലാ അമലിൻ അതസബ്ബതു ബിഹി, നബിയേ ഒരു കാര്യം ഞാൻ ചെയ്യാം, അതെനിക്ക് പറഞ്ഞു തരൂ. എനിക്കൊരുപാട് ചെയ്യാൻ കഴിയില്ല, പ്രായമായി, ഒരു കാര്യം പറഞ്ഞു തരൂ, ഞാനത് സ്ഥിരമായി കൊണ്ടു നടക്കാം. അപ്പോഴാണ് പറഞ്ഞത്, വലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാ, നിങ്ങളുടെ നാവ് അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് നനയണമേ, നിങ്ങളുടെ നാവ് ദിക്ർ കൊണ്ട് നനയണമേ. ആ ഒരു
പാഠം മഹാനുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് കണ്ടതല്ലേ. അതുകൊണ്ട് നമുക്കും അത് എത്ര പ്രയാസമുണ്ടോ അത് നാവ് കൊണ്ട് ദിക്ർ ചൊല്ലാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചുണ്ടുപോലും അനങ്ങാതെ ചൊല്ലാൻ പറ്റുന്ന ഒരേ ഒരു ദിക്റാണത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ ചൊല്ലുന്നത് തൊട്ടടുത്തുള്ള ആള്, കാണുന്ന ഒരാൾ അറിയുക പോലും ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അമല്. നമ്മുടെ പരിപാടിക്ക് സമയമില്ല, ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ലാ യസാനു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ദിക്ർ ചൊല്ലണമേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഫാത്താകാൻ പോകുന്ന സമയത്ത് പോലും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു അമലാണത്. വഫാത്തിലേക്ക് കടക്കുന്ന ആ ഒരു അവസാന നിമിഷത്തിൽ പോലും നമുക്ക് നാവ് കൊണ്ട് ദിക്ർ ചൊല്ലാൻ കഴിയും. അല്ലാഹു നമുക്കതിനെ തൗഫീഖ് ചെയ്യട്ടെ. ഇതൊരു തൗഫീഖിന്റെ വിഷയമാണ്. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ വൽ ബാഖിയാതുസ് സ്വാലിഹാതു ഖൈറുൻ عند ربك ثوابا خير عند ربك ثوابا وخير أملا. المال والبنون സമ്പത്തും മക്കളും സീനത്തുൽ ഹയാത്തിദ് ദുനിയ ഐഹികമായ ജീവിതത്തിന്റെ അലങ്കാരമാണ്, ഈ ലോകത്തിന്റെ അലങ്കാരമാണ്. സമ്പത്ത്, വീട്, വാഹനം, കുട്ടികള്, നമ്മുടെ കച്ചവടം, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ തൊഴില്, ഇതൊക്കെ ഈ ലോകത്തിന്റെ അലങ്കാരമാണ്. പക്ഷേ സിഫത്ത് പറയപ്പെട്ടു, മൗസൂഫിനെ കളയപ്പെട്ടു എന്നാ പറയാ. ദുകിറൽ വസ്ഫു വഹുദിഫൽ മൗസൂഫ്. എന്താണ് അതിന്റെ മൗസൂഫ്? എന്താണ് എന്നെന്നും നിലനിൽക്കുന്ന നന്മ? ഒന്നുകിൽ അൽ അഅമാലുൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്, അൽ കലിമാത്തുൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്, എന്നെന്നും നിലനിൽക്കുന്ന വാക്കുകൾ, എന്നെന്നും നിലനിൽക്കുന്ന കർമ്മങ്ങൾ. അങ്ങനെ കർമ്മങ്ങളെന്നോ വാക്കുകളെന്നോ അവിടെ പറയാതെയാണ് അള്ളാഹു ആ ആയത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. എന്തുകൊണ്ടെന്നാൽ അതിനാശയം പലതാണ്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു, മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇതുപോലെയുള്ള മഹാന്മാർ അതിനർത്ഥം കൊടുത്തത് അസ്വലവാത്തുൽ ഖംസ്, 5 നേരത്തെ നിസ്കാരം എന്നാണ്. എന്നാൽ അല്ല, അതിനർത്ഥം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത